എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഹണി റോസ് ബോബി ചെമ്മണ്ണൂറിൻ്റെ കരണക്കുറ്റി അടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ ദിവസമാണ് ഹണി റോസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. അതിൽ പുള്ളിക്കാരി വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു പ്രമുഖ വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ തന്നെ സമൂഹത്തിൻ്റെ മധ്യത്തിൽ അപമാനിക്കുകയാണെന്നും തൻ്റെ സ്ത്രീത്വത്തെ വെല്ലുവിളിക്കുകയാണെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുകയാണെന്നാണ് പുള്ളിക്കാരി ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശിച്ചത്. പക്ഷേ ഇവിടെ ഹണി റോസ് ഒരു ഗുരുതരമായ തെറ്റ് ചെയ്തു. ആരുടെ പേരും എടുത്ത് പറഞ്ഞില്ല, ഒരു വ്യക്തിയെ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തില്ല. അതൊരു ഗുരുതരമായ തെറ്റാണ്. ഇത്തരം ഗുരുതരമായ തെറ്റുകൾ ചെയ്യുന്നൊരു പേര് വിളിച്ച് പറയേണ്ട ആർജവം കാണിക്കണം. അതൊരു മാതൃകയായിരിക്കും. വരും ദിവസങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന പെൺകുട്ടികൾ അത് തുറന്ന് പറയാനുള്ള ധൈര്യം എന്തായാലും ഉണ്ടാവും. എന്തായാലും ഹണി റോസ് ചെയ്തൊരു തെറ്റായിപ്പോയി. അതവിടെ നിൽക്കട്ടെ, പുള്ളിക്കാരിയുടെ വ്യക്തിപരമായ കാര്യങ്ങൾ. ഇതിനുശേഷം കേരളത്തിലെ സോഷ്യൽ മീഡിയ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അത് അവർ ഭയങ്കര വിജിലൻ്റ് ആണ്. അതായത് ഹണി റോസിനെ ഓരോ ഫംഗ്ഷനിലും കൂട്ടിക്കൊണ്ട് നടക്കുന്നത്, അപമാനിക്കുന്നത് ആരാണെന്നും ശരിക്കും സോഷ്യൽ മീഡിയക്ക് അറിയാം. ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ എല്ലാം അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഈ ബോബി ചെമ്മണ്ണൂറാണ് ഹണി റോസ് പറഞ്ഞ പ്രമുഖ വ്യക്തി എന്ന രീതിയിൽ ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. കേരളത്തിലെ പ്രമുഖ മാധ്യമം, കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഈ വാർത്ത ചെയ്യുന്നുണ്ട്, എല്ലാവരും കവർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഹണി റോസ് ഒരാളെയും സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തില്ല. അതുകൊണ്ടാണ് മുഖ്യധാര മാധ്യമങ്ങൾ ഈ വാർത്ത കവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ബോബി ചെമ്മണ്ണൂറിൻ്റെ പേരെടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ, അതായത് ഹണി റോസ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ബോബി ചെമ്മണ്ണൂറിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാധ്യമങ്ങളിലും ഇയാളെ പണമാണ് ഒഴുക്കുന്നത്. എല്ലാ മാധ്യമങ്ങൾക്കും ഇദ്ദേഹം വേണ്ടുന്ന രീതിയിൽ മിനിറ്റിന് ഇദ്ദേഹത്തിൻ്റെ പരസ്യം വരും, ഇദ്ദേഹത്തിൻ്റെ ജ്വല്ലറിയുടെ പരസ്യം വരും. അപ്പോൾ ഒരു മാധ്യമങ്ങൾക്കും ഇവരെ മാറ്റി നിർത്താൻ പറ്റില്ല, ഇവർക്കെതിരെയുള്ള ഒരു വാർത്ത ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഈ ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കാര്യം പറയാനുള്ളത്, ഇദ്ദേഹം ഒരു സെൽഫ് മെയ്ഡ് സ്റ്റാറാണ്. അതായത് മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യം ശരിക്കും യൂട്ടിലൈസ് ചെയ്ത് സോഷ്യൽ മീഡിയ ശരിക്കും യൂട്ടിലൈസ് ചെയ്തിട്ട് ഇദ്ദേഹം തന്നെ ഒരു സെൽഫ് പ്രൊമോട്ട് ചെയ്ത് സെൽഫ് മാർക്കറ്റ് ചെയ്ത് ഒരു സെൽഫ് മെയ്ഡ് സ്റ്റാറാണ് ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ആകണമെന്നില്ലേ. അത് ഇദ്ദേഹത്തിൻ്റെ ജ്വല്ലറിൻ്റെ ഉദ്ഘാടനത്തിന് പോലും ഇദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് ചെയ്യുന്നു. പല നടിമാരെ കൊണ്ടുവന്നിട്ട് മാർക്കറ്റ് ചെയ്യുന്നു. നമുക്കറിയാം, കുറച്ച് ദിവസം മുന്നേ ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് ഹണി റോസിനെ കൊണ്ടുവന്ന് ഒരു നെക്ലേസ് പുള്ളിക്കാരുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഒന്ന് തിരിച്ചങ്ങ് കറക്കി നിർത്തിയിട്ട് പുറകുവശം കാണിച്ചു കൊടുത്തിട്ട് ആൾക്കാരോട് മൈക്കിലൂടെ പറയുകയാണ്, ദേ കണ്ടില്ലേ, തിരിഞ്ഞു നിന്നാലേ നെക്ലേസിൻ്റെ പുറകുവശം കാണുന്ന രീതിയിൽ. പിന്നെ അത് മാത്രമല്ല, ഹണി റോസിൻ്റെ പുറകുവശം ചൂണ്ടിയിട്ട് പറയാണ്, ഹണി റോസിനെ കാണുമ്പോൾ എനിക്ക് പുരാണത്തിലെ കുന്തി ദേവിയാണ് ഓർമ്മ വരുന്നത് എന്ന് ഇത് അദ്ദേഹം ആ വൃത്തികെട്ട മനുഷ്യൻ പറഞ്ഞു. ഇതൊക്കെ കയ്യടികളോട് കൂടിയാണ് അവിടെ കൂടിയിരുന്ന ആൾക്കാർ സ്വീകരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി അവൻ്റെ ആ മാർക്കറ്റിങ്ങിൻ്റെ ഇത്. പിന്നെ അതുമാത്രമല്ല, ഒരു ജിമ്മിൻ്റെ ഉദ്ഘാടനത്തിന് ഹണി റോസിനെ കൊണ്ടുവരികയും കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ഉദ്ഘാടനത്തിന് ശേഷം ഹണി റോസിനെ ചൂണ്ടി പറയുകയാണ്, ഇതേ കളിച്ച് ഫിറ്റ്നസ് ആവാനുള്ള സ്ഥലമാണ് ഇതെന്ന്. എന്ന് നോക്കി, ഇത്ര വൃത്തികെട്ട മനുഷ്യനാണ് ഇത്. എന്നിട്ട് അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ആ സ്ത്രീ. അപ്പോൾ ഇപ്പോൾ ഇത്രത്തോളം അപമാനം നേരിട്ടിട്ടും അദ്ദേഹത്തിന് പേര് പറയാൻ കാണിക്കാത്ത ധൈര്യം, അത് വളരെ മോശമായിപ്പോയി. പിന്നെ അത് മാത്രമല്ല, മറ്റൊരു നടിയെ അന്നാരാജിനെ ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിന് വിളിക്കുകയും എന്നിട്ട് അന്നാരാജിനെ ഇടാനുള്ള സാധനം പോരട്ടെ എന്ന് പറയും. ഇതൊക്കെ ഇദ്ദേഹം റീൽസായിട്ട് ഇടും കേട്ടോ, അദ്ദേഹത്തിന് സെൽഫ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ അത് മാത്രമല്ല, ശ്വേതാമേനോനെ കൊണ്ടുവരികയും ശ്വേതാമേനോനായിട്ട് ഇടാതിരിക്കേണ്ട, ആ പരാതി വേണ്ടെന്ന് ഇത് കിടക്കട്ടെ എന്ന് പറഞ്ഞ് പുള്ളിക്കാരിക്കും കഴുത്തിലും ഒരു നെക്ലേസ് മാല ഇട്ട് കൊടുക്കും. അങ്ങനെ ഓരോ നടിമാരെ കൊണ്ടുവന്നിട്ടും ഇദ്ദേഹത്തിന് ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ അവരെ അപമാനിക്കുകയും സെൽഫ് പ്രൊമോഷൻ നടത്തുകയാണ് ചെയ്തത്. ശരിക്കും ഇദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടിലുണ്ടല്ലോ, സ്ത്രീകളൊക്കെ ഒരു സെക്സ് ടോയ്സ് ആണ്. ഇദ്ദേഹം തന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കുച്ചിപ്പിടിയും കെട്ടിപ്പിടിയുമാണെന്നാണ്. തൻ്റെ ഭാര്യയോടത്ത് സ്പെൻഡ് ചെയ്യാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന രീതിയിലുള്ള പ്രയോഗങ്ങളോടും ഇദ്ദേഹം ഇവിടുത്തെ മനുഷ്യൻ ചാനൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേട്ട് കേരളത്തിലെ മുഖ്യധാര മാധ്യമപ്രവർത്തകർ ഇങ്ങനെ ഇളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥയാണ് നമ്മൾ കണ്ടത്, ഒത്തിരി കണ്ടതാണ്. പിന്നെ അതുമാത്രമല്ല, കുറച്ച് നാൾ മുന്നേ ഒരു ഇൻ്റർവ്യൂവിൽ, അതായത് ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ആ കുട്ടിയോട് ചോദിക്കുകയാണ്, കുട്ടി എൻ്റെ സാധനം കഴിച്ചിട്ടുണ്ടോ? കൈയുടെ വലിപ്പം വെച്ചിട്ട് പറയും, ഏകദേശം എൻ്റെ സാധനം ഇത്ര വരും. എൻ്റെ സാധനം കഴിക്കാത്ത നടിമാർ കേരളത്തിലെ സിനിമാ മേഖലയിൽ ഇല്ല. അപ്പോൾ പുള്ളിക്കാരൻ ഉദ്ദേശിച്ച ദ്വയാർത്ഥ പ്രയോഗമാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ, പുള്ളിക്കാരൻ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, ഒരു കള്ളു ഷോപ്പ് ഉണ്ടല്ലോ ഇവിടെ എറണാകുളത്ത്. അപ്പോൾ അതിൽ കിട്ടുന്ന മീൻ അതൊക്കെയാണ് ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. പക്ഷേ എവിടെയും എന്തിനേയും അദ്ദേഹം ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ശരിക്കും ഒരു ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെ കേട്ട് ഇവിടെ മാധ്യമങ്ങളൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്തരം വൃത്തികെട്ട മനുഷ്യൻ്റെ പേര് ഹണി റോസ് പരസ്യമായി പറയാത്തതിൽ അതീവ അതിലൊരു തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വ്യക്തിപരമായിട്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും ഇദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കുന്ന കാരണം. അപ്പോൾ കേരളത്തിലെ നടിമാർ ശരിക്കും പെട്ടിരിക്കുകയാണ്. പല നടിമാരെയും വിളിച്ചുകൊണ്ടുവരികയും ഒരു ഫംഗ്ഷനിൽ വിളിച്ചുകൊണ്ടുവരും. അവർക്ക് വ്യക്തമായ ഇതൊക്കെ കൊടുക്കും കേട്ടോ, അവർ പറയുന്ന പൈസയൊക്കെ കൊടുക്കും. പക്ഷേ അവരെ സമൂഹത്തിൻ്റെ മധ്യത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ശരിക്കും അപമാനിക്കും. ഇവിടെയാണ് ഹണി റോസിന് സഹി കെട്ടിരിക്കുകയാണ്. പുള്ളിക്കാരി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫംഗ്ഷനും പുള്ളിക്കാർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടെയൊക്കെ ഇദ്ദേഹം വലിഞ്ഞു കയറി വരും, ഈ നാറി വലിഞ്ഞു കയറി വരും, എന്നിട്ട് ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ അപമാനിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നതാണ്, ഇദ്ദേഹം
ഒരുപാട് ഇപ്പോൾ പുള്ളിക്കാരെ ട്രൈ ചെയ്തു, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം നടന്നില്ല. ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് ബോയിലും മോഹൻലാലിനെ പോലെ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് ബോയിൻ പടം കാണാത്ത മലയാളികളുണ്ടാവില്ല, അറിയാലോ, ഓരോ സ്ത്രീകളിങ്ങനെ മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. അപ്പോൾ ഹണി റോസിൻ്റെ അടുത്ത് അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഇദ്ദേഹത്തിന് നടന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ലൈംഗിക ആവശ്യം പുള്ളിക്കാരി നിരസിച്ചു. അത് തന്നെയാണ് ഇപ്പം പരോക്ഷമായിട്ട് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി വരാനുള്ള പ്രധാന കാരണം. ഇത് ശരിക്കും കേരളത്തിലെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതായത് മാധ്യമങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ പൈസ പുറത്ത് കൊണ്ട് മാത്രമാണ് ഓടുന്നത്. മിനിറ്റിന് പരസ്യമാണ് ഇദ്ദേഹത്തിൻ്റെ ജ്വല്ലറിയുടെ. കാമപ്രാന്തരി മാർക്കറ്റ് ചെയ്യാൻ അവർ റെഡിയാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കാത്തതുകൊണ്ടാണ് ഈ മുഖ്യധാര മാധ്യമങ്ങൾ ഇതൊക്കെ എടുത്ത് പൂശുന്നത്. ഇപ്പോഴും പേര് പറഞ്ഞാൽ എടുത്തിട്ട് മിണ്ടില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ പേര് പറയാൻ തുടങ്ങിയ പിന്നെ ഈ മുഖ്യധാര മാധ്യമങ്ങൾ ഈ വാർത്ത മെല്ലെ നൈസായിട്ട് അതിന് പ്രാധാന്യം കുറച്ചു. അപ്പോൾ ഇദ്ദേഹം ഒരു കാമപ്രാന്തരാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതൊരു സെൽഫ് മെയ്ഡ് സ്റ്റാറാണ്. സ്ത്രീകളെ ഒരു സെക്സ് ടോയും ആയിട്ടാണ് ഇദ്ദേഹം കാണുന്നത്. പിന്നെ അതുമാത്രമല്ല, ഇദ്ദേഹത്തിന് ഒരു PR ടീം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ നടിമാരെ വിളിച്ചു കൊണ്ടുവരുമ്പോഴും അവരോട് എങ്ങനെ പെരുമാറണം, എന്ത് പറയണമെന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു PR ടീം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ PR ടീമിനനുസരിച്ചാണ് ഇദ്ദേഹം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, ഡബിൾ മീനിങ് വേർഡ്സ് പറഞ്ഞ്, അതായത് റീൽസ് ഇടുക, ഷോർട്സ് ഒക്കെ ഇടുക. ഇതാണ് ഇയാളുടെ പരിപാടി, ഇയാളെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തുതന്നെയായാലും സ്ത്രീകളിങ്ങനെ സെക്സ് ടോയെ കാണുന്ന ഇദ്ദേഹത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരേണ്ടതുണ്ട്. ഇത് മുഖ്യധാര മാധ്യമങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ കേരളത്തിലെ സോഷ്യൽ മീഡിയ അത് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്ത് തന്നെയായാലും ഹണി റോസ് അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കാത്തത് തെറ്റാണ്. പക്ഷേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് പേര് പറയാതെ ആണെങ്കിൽ പോലും അത് അഭിനന്ദനീയം തന്നെയാണ്. എന്തായാലും നമ്മൾ കാത്തിരിക്കാം. വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ ഇയാളെടുത്തിട്ട് അലക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ എന്താ പറയുക, ലൈംഗിക രോഗിയെടുത്ത് പൂശുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.